രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ തരംഗമാണ്, അദ്ദേഹം ഭാവിയുടെ വാഗ്ദാനമാണ് എന്നൊക്കെ താങ്കൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ വളരെ കോയിൻസിഡൻസ് എന്ന് തന്നെ പറയാം കാണാനിടയായി. ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഞാനത് കണ്ടത്. ഇന്നലെയോ മറ്റോ താങ്കൾ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുകയാണോ ഇന്നത്തെ ഈ തെളിവുകൾ പുറത്തു വരുമ്പോഴും? അത് വഴിയേ അറിഞ്ഞോളൂ. കൃത്യമായി വരികൾ വെച്ച് പറയാം. ജോർജ് ബഹുമാനമാണ്. നേരത്തെ പറയുന്നത് കേട്ടു, ഒരു സ്ഥാനത്തിരുന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്ന്. സാറേ, സ്ഥാനത്തിരുന്ന് ഗർഭധാരണം ചെയ്യണമെന്നല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു. അവർ തമ്മിൽ ഇഷ്ടവും ബന്ധവും ഒരു കുടുംബവും പ്ലാൻ ചെയ്യുകയായിരുന്നു. നമ്മൾ ആണുങ്ങളായതുകൊണ്ട് നമുക്കറിയാം, ഒരു പെണ്ണിനോട് സെക്സും ലൈംഗികതയും മാത്രമാണ് താല്പര്യങ്ങൾ, കുഞ്ഞു വേണമെന്ന് അവർ തമ്മിൽ പ്രണയമോ ഇഷ്ടമോ ബന്ധമായിരുന്നു. പിന്നീട് അവർ തമ്മിൽ ഉടക്കി മാറി പിരിഞ്ഞു. യഥാർത്ഥത്തിൽ ഏതൊരു കുടുംബത്തിലും ബന്ധത്തിലും സംഭവിക്കുന്ന ബന്ധം കുടുംബഛിദ്രം അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രേക്കപ്പ് ഉണ്ടായി. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ വിഷമത്തെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെ നാട്ടുകാർക്ക് മനസ്സിലാവും. അദ്ദേഹം വളർന്നു വരുന്ന വാഗ്ദാനമാണോ എന്നൊക്കെ പറയുന്ന വീഡിയോ ഇട്ടത് താങ്കളാണ്. അപ്പോൾ എന്റെ ചോദ്യം അതാണ്, താങ്കൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണോ രാഹുൽ ഈശ്വർ? സ്വാഭാവികം അല്ല, 100%. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രോഗ്രസീവ് ലെഫ്റ്റ് നയങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, CPM-ലെ മുകേഷ് ആകട്ടെ, ശ്രീ സുരേഷ് ഗോപിയെ അന്യായമായി ആക്രമിച്ചാകട്ടെ, എന്തിന് പാലക്കാട് BJP-യിലെ കൃഷ്ണകുമാർജി ആകട്ടെ, നമ്മൾ പുരുഷന്മാർ പൊതുരംഗത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഏതെങ്കിലും പെണ്ണ് കേസ് കൊണ്ടുവന്ന് നമ്മളെ നശിപ്പിക്കണമെന്ന സന്ദേശത്തിലെ ശങ്കരാടിയിൽ നിന്ന് നമ്മൾ മലയാളികൾ ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല. സമാധാനമായി